ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മളെ തമിഴ്നാട് റേഷൻ കാർഡ് ഓൺലൈനിലൂടെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്കിന്ന് കാണാം. എൻ്റെ ലൊക്കേഷൻ തമിഴ്നാടായതുകൊണ്ട് ഞാൻ തമിഴ്നാട്ടിൻ്റെ റേഷൻ കാർഡ് അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ പുതിയതായിട്ട് റേഷൻ കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ചെറിയ ചേഞ്ചസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതിൽ വന്നിട്ട് നിങ്ങൾ ആധാർ കാർഡ് വന്നിട്ട് അഥവാ നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഡോക്യുമെന്റ് കൊടുക്കുകയാണെങ്കിൽ അതിൽ രജിസ്റ്റർ ആയിട്ടുള്ള ഫോൺ നമ്പറിലിട്ട് ഒരു OTP പോകും. ആ OTPയിലൂടെ നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കും. നിങ്ങൾ റേഷൻ കാർഡിൽ ആരെയൊക്കെ പേര് ആഡ് ചെയ്യുമ്പോൾ അവരെ ഡോക്യുമെന്റ് ഇവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ആധാർ കാർഡ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ രജിസ്റ്റർ ആയിട്ടുള്ള ഫോൺ നമ്പറിലോട്ട് ഒരു OTP പോകും. ആ OTP വഴിയാണ് അവർ ആധാർ കാർഡിനെ വെരിഫിക്കേഷൻ ചെയ്യുന്നത്. സോ ഈ ഒരു ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് റേഷൻ കാർഡ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്കിന്ന് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ചെയ്യുക tnpds.gov.in. സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആകും. നെക്സ്റ്റ് ഇവിടെ റൈറ്റ് സൈഡിൽ പുതിയ മിന്നന്നു അട്ടയിന് തമിഴിൽ എഴുതിയിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ പുതിയ ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആകും. ഇവിടെ നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ ഫാമിലി ഹെഡ് നെയിം എന്ന് കിടക്കും. നിങ്ങളെ റേഷൻ കാർഡിൽ ആരെ പേരാണ് ഹെഡായിട്ട് കൊടുക്കണോ അവരെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെയിം അവരെ പേര് വന്നിട്ട് ഇപ്പർ സൈഡിൽ തമിഴിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നിങ്ങളെ അച്ഛൻ്റെ പേരോ അതോ ഹസ്ബൻഡിന്റെ പേരോ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ റൈറ്റ് സൈഡിൽ നിങ്ങളെ അച്ഛൻ്റെ പേരോ അതോ ഹസ്ബൻഡിന്റെ പേര് തമിഴിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അഡ്രസ് ലൈൻ 1ൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിന്റെ നമ്പരും നിങ്ങളെ വീട്ടിന്റെ പേരും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ റൈറ്റ് സൈഡിൽ നിങ്ങളെ വീട്ടിന്റെ നമ്പരും വീട്ടിന്റെ പേരും തമിഴിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ താഴെ അഡ്രസ് ലൈൻ 2 എന്ന് കിടക്കുന്നുണ്ടാകും. അതേപോലെ താഴോട്ട് നിങ്ങളെ ഫുൾ അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങളെ അഡ്രസ് കൊണ്ട് തമിഴിൽ ഓട്ടോമാറ്റിക് ഫില്ലായി വരും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തമിഴിൽ വരുമ്പോൾ നോക്കിക്കൊള്ളാം. നെക്സ്റ്റ് നിങ്ങളെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നിങ്ങളെ ഫോട്ടോ ഏതാണ് അപ്ലോഡ് ചെയ്യണോ ആ ഫോട്ടോ തന്നെ നിങ്ങളെ റേഷൻ കാർഡിൽ കാണിക്കും. അതുകൊണ്ട് ക്ലിയർ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഗ്രാമം ഏതൊക്കെ ഏരിയയിൽ വരും അത് നോക്കി കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ താഴെ. അതിനുശേഷം നിങ്ങളെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ മൊബൈൽ നമ്പറാണ് നിങ്ങളെ റേഷൻ കാർഡിലുള്ള ലിങ്ക് ആകുന്നത്. സോ കറക്റ്റ് ആയിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള നിങ്ങളെ നമ്പർ കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾ താഴോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങളെ ഫാമിലിയിലെ എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. നിങ്ങളെ ഫാമിലിയുടെ പേര് ഇവിടെ റേഷൻ കാർഡിൽ ആഡ് ചെയ്യണം. നെക്സ്റ്റ് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു പെണ്ണർ ചേർക്കുക ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് നിങ്ങളെ ഹെഡ് ഓഫ് ഫാമിലിയുടെ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കണം. നമ്മൾ മുകളിൽ കൊടുത്ത ഡീറ്റെയിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫില്ലായി കാണിക്കും. ബാക്കിയുള്ള ഇൻഫർമേഷൻ കൊടുക്കേണ്ടതെല്ലാം നിങ്ങൾ കൊടുക്കുക. പേര് വന്നിട്ട് ഇംഗ്ലീഷിലും തമിഴിലും കാണിക്കുന്നുണ്ടാകും. അതിനുശേഷം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെയിൽ ആണോ ഫീമെയിൽ ആണോ, അതിനുശേഷം നാഷണാലിറ്റി, അതിനുശേഷം അവരെ ജോലി എന്താണ്, അതിനുശേഷം അവരെ സാലറി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ വാക്കാളർ അട്ട ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം. മാതൃത്രിണവീയ ഉണ്ടെങ്കിൽ ഇവിടെ യെസ് ഓർ നോ കൊടുക്കുക. ആം അതോ ഇല്ലേ എന്ന് കൊടുക്കുക. അതിനുശേഷം അവരെ വക എന്താണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റുകൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. താഴെ കാണുമ്പോൾ മറ്റ് ആവണങ്ങളെന്ന് കിടക്കും. അവിടെ ആധാർ കാർഡ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആധാർ കാർഡിന്റെ PDF ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇവിടെ പതിവേറ്റം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ അപ്ലോഡ് ചെയ്യുന്ന PDF വന്നിട്ട് 1 MB അകത്തുണ്ടാകണം. കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് ഇതേപോലെ ഒരു പോപ്പപ്പ് കാണിക്കും. എല്ലാം കഴിഞ്ഞ ശേഷം നമ്മളിവിടെ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു പിന്നർ വിവരം സേമി എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത് അവരെ ഡീറ്റെയിൽ വന്നിട്ട് ഇവിടെ ആഡ് ആകും. ഇതേപോലെ നമ്മളിപ്പോൾ ഫസ്റ്റ് ഹെഡ് ഓഫ് ഫാമിലി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ റേഷൻ കാർഡിൽ നിങ്ങളെ ഫാമിലിയിലുള്ള ആരെയൊക്കെ പേര് ഇതിൽ ആഡ് ചെയ്യണോ അതേപോലെ നിങ്ങൾ ചെയ്ത് വിടാം. അതേപോലെ ആ ഓറഞ്ച് കളർ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് ആഡ് ചെയ്ത് വിടാൻ പറ്റും. ആരെയൊക്കെ പേര് ആഡ് ചെയ്യണോ ഇതേപോലെ സെയിം ടു സെയിം ഫില്ല് ചെയ്ത് കൊടുക്കുക. അവരെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ആണോ ഫീമെയിൽ ആണോ, അതിനുശേഷം നാഷണാലിറ്റി എല്ലാം അതേപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അഥവാ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്ന ഹെഡ് ഓഫ് ഫാമിലിയുടെ വൈഫ് ആണെങ്കിൽ അവരെ ഹസ്ബൻഡിന്റെ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അവരെ ഹസ്ബൻഡിന്റെ ജോലി എന്താണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ശമ്പളം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ വാക്കാളർ അട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷം അവരെ ആധാർ കാർഡ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഇവിടെ ആധാർ അട്ട ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അവരെ ആധാർ വന്നിട്ട് PDF-ലൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്യുമ്പോൾ 1 MB അകത്തുണ്ടാകണം. അതിനുശേഷം അവരെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ കാണുമ്പോൾ പച്ച കളറിൽ കിടക്കുന്നുണ്ടാകും ഒരു പിന്നർ വിവരം സേമി. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡീറ്റെയിൽ ഇപ്പം കൊടുത്ത ഡീറ്റെയിൽ എല്ലാം ആഡ് ആകും. ഇതേപോലെ നമുക്ക് ഓരോരുത്തരായിട്ട് ഇവിടെ ആഡ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതേപോലെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇതേപോലെ കാണിക്കുന്നുണ്ടാകും. എല്ലാം ആഡ് ചെയ്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ നമുക്ക് കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ അട്ടയെ തേർവെന്ന് ഒരു ഓപ്ഷൻ കാണിക്കും. ഇവിടെയാണ് ഒരുപാട് പേര് മിസ്റ്റേക്ക് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക.
ഇവിടെ നമ്മൾ കാണുമ്പോൾ നോൺ കമ്മോഡിറ്റി കാർഡ്, ഷുഗർ കാർഡ്, റൈസ് കാർഡ് കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് ഏത് കാർഡാണ് വേണം ആ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. മോസ്റ്റ്ലി ഇവിടെ റൈസ് കാർഡാണ് എല്ലാവരും സെലക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ റൈസ് കാർഡ് എന്ന് കൊടുക്കാം. അതിനുശേഷം കുടിയിരിപ്പ് ചാന്ത്, ഇവിടെ നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറ്റും, അതിനുശേഷം പാസ്പോർട്ട് കൊടുക്കാൻ പറ്റും, ആധാർ കാർഡ് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണ് കൊടുക്കേണ്ടത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡോക്യുമെന്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ കൊടുക്കുന്ന ഡോക്യുമെന്റിന്റെ അഡ്രസ്സും അതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സുകളും സെയിം ആയിരിക്കണം. അതേപോലെ അഡ്രസ്സ് സെയിം ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അതേപോലെ നിങ്ങൾ ആധാർ കാർഡ് സെലക്ട് ചെയ്തെങ്കിൽ ആധാർ കാർഡ് നിങ്ങൾ PDF-ലൂടെ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇവിടെ താഴെ എരിവായ ഇനപ്പ് വിവരങ്ങൾ കൊടുക്കണം. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ചെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഗ്യാസ് കണക്ഷൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കണം. എത്ര കണക്ഷൻ ഉണ്ട്, ഏത് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഗ്യാസ് സിലിണ്ടർ വന്നിട്ട് ആരെ പേരിലാണ് ബുക്ക് ചെയ്യുന്നത് അവരെ പേര് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഏതാണ് സിലിണ്ടർ, ഏത് കമ്പനിയുടെ സിലിണ്ടർ ആണ്, HP ആണോ, ഇന്ത്യൻ ഭാരത് ആണോ, ഏതാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ LPGയുടെ ഇവിടെ നമ്പർ കൊടുക്കണം. നിങ്ങൾ സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ ഏജൻസി പേര് ഇവിടെ കൊടുക്കണം. നിങ്ങൾ ഏത് ഏജൻസിയിൽ നിന്നാണോ വാങ്ങിക്കുന്നത് ആ ഏജൻസിയുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ മാധവ ഏജൻസി എന്നുണ്ടെങ്കിൽ ആ ഏജൻസിയുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ എണ്ണിക്കേ സിലിണ്ടർ കൊടുക്കണം. നിങ്ങളിൽ എത്ര സിലിണ്ടർ ഉണ്ടോ അതിന്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എൻ്റെ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 1 കൊടുത്തു. അതിനുശേഷം താഴെ ഉറുതിപ്പെടുത്തൽ എന്ന് ഒരു ഓപ്ഷൻ കാണിക്കും, അതിന് ടിക്ക് മാർക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് താഴെ കാണുന്ന പതിവേറ്റം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പതിവേറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഉറുതി ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണിക്കും, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഒരു പേജ് ഓപ്പൺ ആകും. ഇതേപോലെ നമ്മളെ ഫ്രണ്ട് റേഷൻ കാർഡ് ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണിക്കും. അതിനുശേഷം ഇവിടെ കാണുമ്പോൾ നമ്മളെ കുറിപ്പ് ഒരു നമ്പർ കാണിക്കുന്നുണ്ടാകും. ഈ നമ്പറിനെ എവിടെയെങ്കിലും എഴുതി വെക്കുക അല്ലെങ്കിൽ കോപ്പി ചെയ്ത് വെക്കുക. ഈ നമ്പർ നമുക്ക് നെക്സ്റ്റ് യൂസ് ആകും. ഈ നമ്പർ വെച്ച് നമ്മൾ ആപ്ലിക്കേഷനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇവിടെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ കാണുന്ന മുഖപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ പേജിലേക്ക് വരും. മുഖപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ റൈറ്റ് സൈഡ് നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ കാണുന്ന സെക്കൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ട്രാക്കിംഗ് സ്റ്റേറ്റസ്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് കോപ്പി ചെയ്ത ആ നമ്പറിനെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ പതിവ് ചെയ്യുന്ന ഇവിടെ കിടക്കുന്നുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ സ്റ്റേറ്റസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും, ഏതാണ് സ്റ്റേജിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ കൊടുത്ത എല്ലാ ഇൻഫർമേഷൻ ഡീറ്റെയിലുകൾ അവർ കൺഫേം ചെയ്യും. അതിനുശേഷം ഇവിടെ നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ് എല്ലാം അവിടെ ചെക്ക് ചെയ്യും. എല്ലാ ചെക്കിങ്ങുകളും ഈ സ്റ്റേറ്റസിലൂടെ നമുക്ക് കാണാൻ പറ്റും. എല്ലാ ചെക്കിങ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങളെ റേഷൻ കാർഡ് വന്നിട്ട് നിങ്ങളെ പോസ്റ്റ് ഓഫീസിലൂടെ വരും. അതേപോലെ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ കിടക്കുന്നുണ്ടാകും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഈ ആപ്ലിക്കേഷൻ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത് വെക്കുക. എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ആവശ്യം വരും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ റേഷൻ കാർഡിന് അപ്ലൈ ചെയ്യേണ്ട പ്രൂഫാണ് ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പിളായിട്ട് ഞാൻ സ്റ്റേജസ് കാണിച്ചു തരാം. ഇവിടെ ഇവർക്ക് വന്നിട്ട് ഇപ്പം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വന്നിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കാണിക്കും തുറൈ സിറിപ്പാപ്പം വെയിറ്റിംഗിലാണ്. അതിനുശേഷം ഇവിടെ നമുക്ക് താഴെ കാണാൻ പറ്റും താലൂക്ക ലെവലിൽ ആരാണ് ശരി ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അവരെ പേര് ഇവിടെ കാണിക്കും. ഇപ്പൊ ഇനിയൊരാളുടെ സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇവരെ ഡോക്യുമെന്റ് എല്ലാ സ്റ്റേജുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എല്ലാ സ്റ്റേജസ് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇവിടെ ഇവർക്ക് ഇപ്പോൾ റേഷൻ കാർഡിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ താഴെ നിങ്ങളെ ഡിസ്ട്രിക്റ്റിന്റെ പേര് കാണിക്കുന്നുണ്ടാകും, നിങ്ങളെ റേഷൻ കാർഡിന്റെ പേര് കാണിക്കുന്നുണ്ടാകും, നിങ്ങളെ പേര് ഇവിടെ ഓർഡറിന്റെ പേര് കാണിക്കുന്നുണ്ടാകും, ഫോൺ നമ്പർ എല്ലാം കിടക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റേറ്റസ് ചോദിക്കാൻ പറ്റും. കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ഇവിടെ തുടരുമെന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അവരെ എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഫോൺ നമ്പർ ആയാലും ഡീറ്റെയിൽ ആയാലും ഇമെയിൽ ID ആയാലും ഇതിലൂടെ നമുക്ക് വിളിച്ച് ചോദിക്കാൻ പറ്റും എന്താണ് നമ്മളെ സ്റ്റേറ്റസ്, എന്താണ് നമ്മളെ അപ്രൂവ് ആകാത്തത്, എല്ലാ സ്റ്റേറ്റസ് നമുക്ക് ഇവിടെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാൻ പറ്റും. ഇതേപോലെ നമ്മൾ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഒരു ടെൻഷൻ അടിക്കാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവരോട് കോൺടാക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ തന്നെ ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്ത് തരും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. ബൈ.